നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എ വുമൺസ് അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ള ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 വരുന്ന സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചെറിയ പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന വുമൺ അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി റീസെന്റ് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് PLFS അഥവാ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിന്റെ ഒക്കെ തന്നെ ഡേറ്റ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മൾ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ നമ്മുടെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിനകത്ത് സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് സ്റ്റാൻഡ്സ് അറൌണ്ട് 37%. ഓക്കെ, ടോട്ടൽ പോപ്പുലേഷൻ്റെ ആ ഒരു 37%ലേക്കാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇത് മുൻകാല വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഗ്രോത്ത് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ 25-26 ആ ഒരു റേഞ്ചിലേക്കായിരുന്നു പെർസെൻറ്റേജ് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കുമ്പോഴേക്കും നമ്മൾ ഈ വർഷം വന്ന റിപ്പോർട്ടിനകത്ത് 37% എന്ന് പറയുന്ന ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴേക്കും ആ ഗ്രോത്ത് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി 50% സ്ത്രീകളാണ്. സോ അത്രയും സ്ത്രീകൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടും ഈ പറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും അത് 37% മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ എക്കണോമിക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗ്രോത്ത് കൈവരിച്ചും 2047 ആകുമ്പോഴേക്കും നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ എൻ്റയർ ഡിസ്കഷൻ പോകുന്നത്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എൻ്റയർലി ഡിസ്കസ് ചെയ്യുന്ന വുമൺ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ് എങ്ങനെ ഈ പറഞ്ഞ പോലെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഈ പറഞ്ഞ പോലെ PLFS അഥവാ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിന്റെ ഡേറ്റാസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് പറയുന്ന മറ്റൊരു സ്കീമാണ് MGNREGA സ്കീം. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ MGNREGA എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ 2005 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീം കൂടിയാണ് MGNREGA. അതായത് ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയർ ഈ പറഞ്ഞ ഒരു വർക്കിംഗ് ഇയറിൽ ഈ പറഞ്ഞ പോലെ 100 ദിവസം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ജോബ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ സ്കീമിന്റെ ഉദ്ദേശമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി ഒരുപാടധികം ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നല്ലൊരു കാര്യമായിട്ട് പറയുന്നത് ഈ ഒരു സ്കീം MGNREGA സ്കീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളില്ല, രണ്ടുപേർക്കും ഒരുപോലെ ജോലിക്ക് അവസരമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ MGNREGA സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഫീമെയിൽസ് എന്നുള്ള കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് റൂറൽ ഏരിയാസിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എസ്പെഷ്യലി എമംഗ് വുമൺസിൽ ഉള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് ഈ MGNREGA സ്കീം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കീം എവിടേക്ക് ആപ്ലിക്കബിൾ അല്ല, അർബൻ ഏരിയാസിൽ ആപ്ലിക്കബിൾ അല്ല. അതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്കപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ആവശ്യമുണ്ട്, ഈ റൂറൽ ഏരിയാസിൽ നമ്മൾ നടത്തുന്ന ഈ MGNREGA സ്കീം പോലെയുള്ള സ്കീം നമുക്ക് എവിടെയും കൂടെ ആപ്ലിക്കബിൾ ആക്കണം, അർബൻ ഏരിയാസിലെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. കാരണം ഈ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ നമ്മൾ പറഞ്ഞല്ലോ 37% ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകൾക്കുണ്ട്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് അർബൻ ഏരിയാസിൽ 9% സ്ത്രീകളിൽ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 9% ഉണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് റൂറൽ ഏരിയാസിൽ 4% ഉള്ളൂ. സോ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം റൂറൽ ഏരിയാസിലായിരിക്കും സ്ത്രീകളുടെ കാര്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതൽ എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ PLFS ഡേറ്റ സൂചിപ്പിക്കുന്ന അർബൻ ഏരിയാസിലാണ് കമ്പയർഡ് ടു റൂറൽ ഏരിയാസിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കിടയിലുള്ള അൺഎംപ്ലോയ്മെന്റ് അത് 9% വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഓവറോൾ ഈ പറഞ്ഞ പോലെ വുമൺസ് ലേബർ ഫോഴ്സ് പെക്സ് വുമൺസ് എംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ അർബൻ ഏരിയാസിലെ വുമൺസ് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ജസ്റ്റ് 22.9% മാത്രമാണ്. ഓവറോൾ റൂറൽ പ്ലസ് അർബൻ എടുക്കുമ്പോഴേക്കാണ് 37% വരുന്നത്. അതിൽ അർബൻ ഏരിയാസിലെ ലേബർ ഫോഴ്സ് വുമന്റെ ഈ പറഞ്ഞ പോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്ര മാത്രമാണ്? 22.9% മാത്രമാണ് പറയുന്നത്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന പോലെ ആ ഒരു 2047 ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ടൊക്കെയുള്ള സ്ട്രഗിൾ വളരെയധികം കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ഡെമോഗ്രാഫിക് ഡിവിഡന്റ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഇപ്പം പോകുന്നുണ്ട്. സോ എസ്പെഷ്യലി അർബൻ ഏരിയാസിന്റെ കാര്യം പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് ലെവൽ മീൻസ് എഡ്യൂക്കേഷൻ നല്ല രീതിയിലുള്ള സ്ത്രീകൾക്ക് പോലും ജോലി കണ്ടെത്താനായിട്ട് അവിടെ സാധിക്കുന്നില്ല. സോ ആ ഒരു നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയ ആ ഒരു പൊട്ടൻഷ്യൽ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമായിട്ട് മാറുന്നത്. സോ ഇതിനെ പരിഹരിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രൊപ്പോസ് ചെയ്യുന്നതാണ് വുമൺ അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ജസ്റ്റ് ലൈക്ക് MGNREGA റൂറൽ ഏരിയാസിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർബൻ ഏരിയാസിലേക്ക് ഒരു വുമൺ അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് കൊണ്ടുവരണം എന്നുള്ള പ്രൊപ്പോസലാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മുന്നോട്ട് വെക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രൊപ്പോസൽ, അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ കീ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
targeting at least 50% of women in program management roles and ensuring worksite facilities including child care are available. അതായത് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ നമ്മൾ MGNRG സ്കീമിനാണെങ്കിൽ പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മളൊരു ജോലി സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ആ വർക്ക് മേൽനോട്ടത്തിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ വർക്ക് കാർഡുകളൊക്കെ പൂരിപ്പിക്കുക, അങ്ങനെ ആ ഒരു മേൽനോട്ട പരിപാടികൾക്കായിട്ടും ഈ പറഞ്ഞ പോലെ വർക്കേഴ്സ് അവിടെയുണ്ട്. സോ ഈ പറഞ്ഞ പോലെ അതേപോലെ ഇത്തരത്തിൽ ഇതുപോലെ ഈ MGNRG പോലെ നമ്മൾ അർബൻ ഏരിയാസിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ആ വർക്ക് സൈറ്റ് മോണിറ്ററിങ് അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് റോൾസിലേക്ക് വേണ്ടിയിട്ടുള്ള 50% റോളുകളും ആർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ എസ്പെഷ്യലി നമുക്കറിയാം പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ പലപ്പോഴും ജോലിയിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ജോലി സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചൈൽഡ് കെയറിനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആക്കണം എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇതിനകത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ വർക്ക് അവൈലബിലിറ്റി ഷുഡ് ബി ഗിവൺ വിത്തിൻ 5 കിലോമീറ്റർ റേഡിയസ്. സ്ത്രീകളുടെ ആ ഒരു അവരുടെ താമസ സ്ഥലത്ത് നിന്നും ഒരു 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഈ പറഞ്ഞ പോലെ വർക്ക് അവൈലബിലിറ്റിയും നടപ്പാക്കാനായിട്ട് സാധിക്കണം. ഇനി അത് മാത്രമല്ല ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും സ്ത്രീകൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. സോ അതേപോലെ ഈ പറഞ്ഞ പോലെ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും കൊടുക്കാൻ സാധിക്കണം. 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഈ പറഞ്ഞ പോലെ വർക്ക് അവൈലബിലിറ്റി നടപ്പാക്കാൻ പറ്റണം. ദെൻ ബെനിഫിറ്റ്സ്, മറ്റ് ബെനിഫിറ്റ്സുകളായി പറഞ്ഞ പോലെ വെൽഫെയർ ബോർഡ് ഇൻക്ലൂഷൻസ്, ഓഫറിംഗ് മെറ്റേണിറ്റി എൻടൈറ്റിൽമെന്റ്സ്, പെൻഷൻസ്, എമർജൻസി ഫണ്ട്സ്, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ദെൻ അപ്രന്റീസ്ഷിപ്സ് ഫോർ കോളേജ് വുമൺ ആൻഡ് ട്രെയിനിങ് സെന്റേഴ്സ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എയിമിംഗ് ടു ഈ സ്കൂൾ ടു വർക്ക് ട്രാൻസിഷൻ. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ വർക്കിംഗ് എബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും അതിനെ പരിഹരിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ കോളേജുകളിലൊക്കെ ആണെങ്കിലും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ അപ്രന്റീസ്ഷിപ്പ് മോഡലുകളിൽ ഇത്തരത്തിലുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ, ട്രെയിനിങ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ പഠനം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി സമ്പാദിക്കാനായിട്ട് അവർക്ക് സഹായിക്കുന്ന കാര്യമായിട്ട് അത് മാറാം എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒരു കൺസേൺ എന്ന് പറയുന്നത് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ വലിയൊരു കൺസേൺ ഉണ്ട്. കാരണം എസ്പെഷ്യലി നമ്മുടെ ടോട്ടൽ GDP-യുടെ 2% എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എസ്പെഷ്യലി ഇറ്റ് ക്യാൻ ലീഡ് ടു എംപവർ വുമൺ. ഓക്കെ, വുമൺ എംപവർമെന്റിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് പറയാൻ പറ്റും. ഇപ്പം MGNRG സ്കീമിന്റെയും ഏറ്റവും ഹൈലൈറ്റഡ് അഡ്വാൻറ്റേജ് റൂറൽ ഏരിയാസിലെ വുമൺ എംപവർമെന്റ് അത് സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഇങ്ങനെ എംപ്ലോയ്മെന്റ് കിട്ടി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് എംപവേർഡ് ആകാനായിട്ട് സാധിക്കും. അവരുടെ ഡിസിഷൻസ്, സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം. അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റി നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരെണ്ണമാണ് ജെൻഡർ ഇക്വാളിറ്റി. സോ ആ ഒരു ജെൻഡർ ഇക്വാളിറ്റി എംപവർമെന്റ് ഒക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ജോബ് ഗ്യാരണ്ടി കൊണ്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്കുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കർണാടകത്തിൽ ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ്, എൻഡ് ടു എൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ തന്നെ ആരാണ് നടത്തുന്നത്? സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് എ ഫീസിബിലിറ്റി ആൻഡ് ദ പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് സച്ച് എംപ്ലോയ്മെന്റ് സ്കീംസ് ഓൺ വുമൺ എംപവർമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അപ്പോൾ വുമൺ എംപവർമെന്റിലൂടെ തീർച്ചയായിട്ടും നമുക്കൊരു കമ്മ്യൂണിറ്റിയെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും കൃത്യമായിട്ടും മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്ര ഒരു കാര്യമാണ്, ഒരു പ്രപ്പോസലാണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിളുമായിട്ട് മുന്നോട്ട് പോകണം. സെക്കൻഡ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് മൗണ്ടൻസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആർ ചോക്കിംഗ് ദ ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ ഹിമാലയൻ റീജൻസിലുള്ള സ്റ്റേറ്റ്സിൽ ഈ പറഞ്ഞ പോലെ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരാഖണ്ഡ്, അതേപോലെ ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടു ആൻ എക്സ്റ്റെന്റ് സിക്കിമിന്റെ ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഏകദേശം ഈ ഒരു ഹിമാലയൻ റീജിയൻ എന്നുള്ള രീതിയിലേക്കും ഈ ഒരു ആർട്ടിക്കിൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ ഇപ്പം വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളും അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ കാര്യം, എന്തുകൊണ്ടാണ് ഈ മേഖലകളിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു വർധനവ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ വർധനവ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ടൂറിസം. കാരണം ഈ മേഖലകൾ എസ്പെഷ്യലി ഹിമാലയൻ മേഖലകൾ എന്ന് പറയുമ്പോൾ ടൂറിസം ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ ഈ ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഈ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും അവർ കഴിക്കുന്ന ആഹാരങ്ങളുടെയൊക്കെയാണ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഓവേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ റാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ ലെഫ്റ്റ് ഓവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ അലക്ഷ്യമായിട്ട് ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇവിടങ്ങളിലെ നദികളിലും ഗ്ലേഷ്യേഴ്സിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ സോയിൽസിലും ഒക്കെ തന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഡിപ്പോസിഷന്റെ അളവ് കൂടുതലാണ്. സോ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഡിപ്പോസിഷൻ കൂടിക്കഴിഞ്ഞാൽ അത് പല തവണകൾ ഇങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഈ പറഞ്ഞ പോലെ ഫുഡ് ചെയിന്റെ ഭാഗമായിട്ടൊക്കെ എൻ്റർ ചെയ്യാനായിട്ടും അത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ അത് വരുമ്പോഴേക്കും അത് ഈവൻ ഹ്യൂമൻ ഹെൽത്തിന് തന്നെ അത് പ്രശ്നമായിട്ട് മാറാനായിട്ട് ഇടയാക്കിയേക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വരുന്ന മെയിൻ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഡ്യൂ ടു ഈ പറഞ്ഞ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ
അൺപ്ലാൻഡ് അർബനൈസേഷൻ ഒരു പ്രശ്നമാണ്. ചേഞ്ചിങ് കൺസംഷൻ പാറ്റേൺസ് അമംഗ് പീപ്പിളും അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. സോ ഇങ്ങനത്തെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നദികളിലായിക്കോട്ടെ, ഗ്ലേഷ്യേഴ്സിലായിക്കോട്ടെ, സോയിൽസിൽ വാട്ടർ ക്വാളിറ്റി ഒക്കെ തന്നെ ഈ പറഞ്ഞ ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. സോ ഇതിനകത്താണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യം പറയുന്നത്. സോ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ, എസ്പെഷ്യലി ഹിമാലയൻ റീജിയൻസിന്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മൾ പ്ലാസ്റ്റിക് ഓവർഷൂട്ടായി മീൻസ് ഈ പറഞ്ഞ പോലെ ഈ ജനുവരി 6 നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഓവർഷൂട്ടായ. സോ പ്ലാസ്റ്റിക് ഓവർഷൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്കിവിടെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സിന്റെ അളവ് 100 കിലോഗ്രാം എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആ 100 കിലോഗ്രാം പ്ലാസ്റ്റിക്സ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഈ പ്ലാസ്റ്റിക് ഓവർഷൂട്ട്സ്. മീൻസ് അതിന് മുകളിലേക്ക് പ്ലാസ്റ്റിക് ജനറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും ബേസിക്കലി ഇല്ല. അപ്പോൾ അത് ബേസിക്കലി എവിടെയെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ സോയിലിൽ ഈ പറഞ്ഞ പോലെ ഡിഗ്രേഡ് ചെയ്യാണ്ട് ഈ പറഞ്ഞ പോലെ കിടക്കുന്ന ഒരു സാഹചര്യം വരും. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഓവർഷൂട്ടായി നമ്മൾ എന്തുകൊണ്ടായി ജനുവരി 6 ഈ പറഞ്ഞ പോലെ ആ ഒരു പ്ലാസ്റ്റിക് ഓവർഷൂട്ടായി എന്നുള്ള കാര്യം ഈ മേഖലകളിൽ ഒന്നോ കാര്യം ഓർത്തിരിക്കാം. So despite claims of recycling 60% of plastic waste, only 12% is actually recycled. നമ്മൾ ശരിക്കും പറയുന്ന ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ 60% നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി അതിന്റെ ഡേറ്റാസ് പരിശോധിക്കുമ്പോഴേക്കും 12% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസൈക്കിൾ ചെയ്യുന്നത്. വിത്ത് 20% യൂസ്ഡ് ഇൻ എൻഡ് ടു എൻഡ് ലൈഫ് സൊല്യൂഷൻസ് ആൻഡ് 68 അൺഅക്കൗണ്ടഡ് ഫോർ. 68% പ്ലാസ്റ്റിക്സും എവിടേക്കാണ് പോകുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. സോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻസ് ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്നത്. സോ ദെൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് റെഗുലേറ്ററി ഫ്രെയിംവർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ആൻഡ് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള റൂൾസുകളൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോഴും ഇത് ഹില്ലി ഏരിയാസ്, എസ്പെഷ്യലി ഹിമാലയൻ മേഖലകളിൽ ഇതിൻ്റെയൊക്കെ റെഗുലേഷൻസ് വളരെയധികം ഫ്ലോപ്പ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇതിനൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, വേ ഫോർവേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എംപവറിംഗ് ലോക്കൽ ബോഡീസ്. കാരണം വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ലോക്കൽ ബോഡീസിന്. സോ ആ ലോക്കൽ ഗവേണൻസ്, ലോക്കൽ ബോഡീസിനെ ഈ പറഞ്ഞ പോലെ സ്ട്രെങ്തൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, എഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ക്രിട്ടിക്കൽ റോൾസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പബ്ലിക് എഡ്യൂക്കേഷൻ പാർട്ടിസിപ്പേഷൻ. ഇതില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഈ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ടുള്ള ദൂഷ്യവശങ്ങൾ, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കാരണം ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ പോലും അത് എഫക്റ്റീവായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ യൂട്ടിലൈസിങ് കൺവേർജൻ സ്കീംസ്. സർക്കാരിന്റെ പലവിധ സ്കീമുകളുണ്ട് ഈ പറഞ്ഞ പോലെ ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമൃത് സ്കീമുണ്ട്, സ്മാർട്ട് സിറ്റീസ് മിഷൻ ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള MGNRG സ്കീമുണ്ട്. ഈ സ്കീമുകളെല്ലാം കൂടെ ചേർത്തിട്ട് കൺവേർജൻ ചെയ്തിട്ട് വേണം ഈ മേഖലകളിലെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കേണ്ടത്. സോ അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഹിമാലയൻ മേഖലയെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രീ റീജിയൻ ആക്കി മാറ്റി ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടി സീനറി, ഈ പറഞ്ഞ പോലെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയെടുക്കാനായിട്ടും സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ ദെൻ അടുത്ത ഒരു തേർഡ് ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതൊരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആർട്ടിക്കിളാണ്, ചെറിയൊരു ആർട്ടിക്കിൾ ആയിരുന്നു. സെന്റേഴ്സ് ഹൗസിംഗ് സ്കീം ഫോർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഫേസിംഗ് ഹർഡിൽസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഡേറ്റ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. സോ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. എസ്പെഷ്യലി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, PVTGS. ഓക്കെ, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നവംബർ 2023 ലോഞ്ച് ചെയ്ത സ്കീമാണ് PM ജൻമൻ സ്കീം. ഓക്കെ, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു കൺവേർജൻ സ്കീമാണെന്ന് പറയേണ്ടി വരും. കൺവേർജൻ സ്കീം എന്ന് മീൻസ് അത് ഒറ്റ സ്കീമല്ല, പല രീതിയിലുള്ള സ്കീമുകൾ ചേർത്തിട്ട് അവതരിപ്പിക്കുന്നതാണ് PM ജൻമൻ സ്കീം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബേസിക് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയിം ടു ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ബൈ സാച്ചുറേറ്റിംഗ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഹാബിറ്റേഷൻസ് വിത്ത് ബേസിക് ഫെസിലിറ്റീസ്. കാരണം ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ബേസിക് ഫെസിലിറ്റീസും കൊടുക്കുക, സച്ച് ആസ് സേഫ് ഹൗസിംഗ്, ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, റോഡ് ആൻഡ് ടെലികോം കണക്ടിവിറ്റി, ഇങ്ങനെയെല്ലാം കൊടുത്തിട്ട് അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഏത് സ്കീമിനകത്തുള്ളത്, PM ജൻമൻ സ്കീമിനകത്തുള്ളത്. സോ ഇത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനകത്താണ്, എസ്പെഷ്യലി ഈ വർഷത്തെ ബഡ്ജറ്റിനകത്താണെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ പറഞ്ഞ പോലെ 24,000 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഈ സ്കീമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യ ഹാസ് ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഓഫ് 10.45 ക്രോർ ആണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽ എത്ര ആളുകളാണുള്ളത്? 10.45 ക്രോർ ആളുകളുണ്ട്. ഇത് ലേറ്റസ്റ്റ് 2011 സെൻസസ് അടിസ്ഥാനത്തിലാണ്. സോ ഔട്ട് ഓഫ് വിച്ച് 75 കമ്മ്യൂണിറ്റീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഈ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് നിലയിൽ നമുക്ക് 75 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. 18 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 75 പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ഇത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഒഡീഷയിലാണെന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കിയിരുന്നേക്കാം. ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറിയിൽ എന്താണ്
എന്താണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. സോ ഇൻ 75 ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 52 ട്രൈബൽ ഗ്രൂപ്പ്സിനെ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദേബാർ കമ്മീഷൻ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് പ്രിലിംസിന് അറിഞ്ഞിരിക്കുക. ദേബാർ കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ എന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഇപ്പോൾ നിലവിൽ കറന്റ് നോക്കുവാണെങ്കിൽ 75 പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഔട്ട് ഓഫ് 705 ഷെഡ്യൂൾഡ് ട്രൈബ്സ്, 705 ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നും 75 പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞ 18 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ദെൻ ഒഡീഷ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ. ഓക്കെ, ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരുള്ളത്. മോർ ദാൻ 2.5 lakhs ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. സോ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു ഷെഡ്യൂൾഡ് ട്രൈബിനെ നമ്മൾ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഒരു ക്രൈറ്റീരിയ ആണ്. സ്റ്റാഗ്നന്റ് ഓർ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആയിരിക്കണം. ദെൻ ടെക്നോളജി അടുത്ത ക്രൈറ്റീരിയ, പ്രീ അഗ്രികൾച്ചർ ടെക്നോളജീസ് ആയിരിക്കും ഒരു കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ലിറ്ററസിയുടെ കാര്യമുണ്ട്. മൂന്നാമത് എക്സ്ട്രീംലി ലോ ലിറ്ററസി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ദെൻ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സബ്സിസ്റ്റൻസ് ലെവലിൽ ആയിരിക്കും ഇവർ നിൽക്കുന്നുണ്ടാവുക. സോ ഈ 4 കാറ്റഗറി, പോപ്പുലേഷൻ, ടെക്നോളജി, ലിറ്ററസി ലെവൽ ആൻഡ് എക്കണോമി, ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ, ഒരു ഷെഡ്യൂൾ ട്രൈബിലുള്ള ഗ്രൂപ്പിനെ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ഡിക്ലെയർ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത് എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്